Hi, I'm Sanika Kishore, behavioral therapist cum psychologist from Speech Road. കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതുവഴി അവരുടെ വെൽബീയിങ് ഉറപ്പാക്കേണ്ടതും പാരൻസിൻ്റെയും കെയർ ഗിവേഴ്സിൻ്റെയും ആവശ്യകതയാണ്. ഇന്ന് നമുക്ക് കുട്ടികളുടെ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസിനെ കുറിച്ച് സംസാരിക്കാം. ബർത്ത് മുതൽ 6 മാസം വരെയുള്ള പ്രായത്തിൽ കുട്ടികൾ അവരുടെ ഹെഡ് സ്റ്റഡിയായി ഹോൾഡ് ചെയ്യാൻ, അതായത് ബാലൻസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. കൂടാതെ അവർ സൗണ്ടിനോട് പ്രതികരിക്കുകയും സോഷ്യൽ സ്മൈൽ, അതായത് മറ്റുള്ളവരോട് സ്മൈൽ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. 6 മാസം മുതൽ 12 മാസം വരെ, അതായത് ഏകദേശം 1 വയസ്സ് പ്രായത്തിൽ കുട്ടികൾ കമിഴ്ന്ന് കിടക്കുകയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പരസഹായമില്ലാതെ ഇരിക്കാനും തുടങ്ങുന്നു. 9 to 14 മന്ത്സിൽ കുട്ടികൾ അവരുടെ ഫസ്റ്റ് വേർഡ് പറയാൻ തുടങ്ങുന്നു, അതായത് അച്ഛ, അമ്മ എന്നിങ്ങനെയുള്ള വേർഡ്സ് പറയാൻ തുടങ്ങുന്നു. കൂടാതെ അവർ നിൽക്കാൻ പഠിക്കുന്നു. 1 to 2 ഇയേഴ്സിൽ അവർ നടക്കാൻ പഠിക്കുകയും 2 വേർഡ് ഫ്രേസസ് പറയാൻ തുടങ്ങുകയും ചെയ്യുന്നു. 2 to 5 ഇയേഴ്സിൽ, അതായത് പ്രീ സ്കൂൾ ഇയേഴ്സിൽ കുട്ടികളുടെ മോട്ടോ സ്കിൽസ് ഡെവലപ്പ് ആകുന്നു. അവർ മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാൻ തുടങ്ങുന്നു. കൂടാതെ അവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ആവുന്നു. ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസും ഡെവലപ്പ് ആകുന്നു. അവരുടെ ചുറ്റുപാട്, അതായത് അവരുടെ വേൾഡ് എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ധാരാളം സംശയങ്ങൾ ആ പ്രായത്തിൽ ഉണ്ടാവുകയും നമ്മളോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് മൈൽ സ്റ്റോൺസ് ഇമ്പോർട്ടൻ്റ് ആകുന്നു? നമ്മുടെ കുട്ടികൾക്ക് അഡീഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി മൈൽ സ്റ്റോൺസ് ട്രാക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓർക്കുക, early intervention can make a big difference in addressing developmental delays. Thank you.